അപ്പോൾ ഈ ക്യാഷ് മാർക്കറ്റിന് ഒരു എക്സ്പയറി ഇല്ല? ഇല്ല. എത്ര വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, വാങ്ങാം, അങ്ങനെയൊക്കെയാണ് ക്യാഷ് മാർക്കറ്റ്. ഓപ്ഷനിൽ അങ്ങനെയല്ല, ഡെറിവേറ്റീവ്സ് എന്ന് പറയും. ഓപ്ഷനിൽ വീക്കിലി മന്ത്ലി ഒക്കെ ക്ലോസ് ആയി പോകും. അപ്പോൾ സാർ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ എന്താണ് നിഫ്റ്റി? അപ്പോൾ നിഫ്റ്റിയിൽ നല്ല ഒരു മാരുതി അല്ലെങ്കിൽ L&T അങ്ങനെ ഒരുപാട് HDFC, ICIC അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സ്കെയിലാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് കയറിയാലും ഇറങ്ങിയാലും നിഫ്റ്റി അത് ബാധിക്കും. ഓക്കെ, നമസ്കാരം. നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് വർമ്മ സാറിനോടാണ്. വർമ്മ സാറിൻ്റെ മുഴുവൻ പേര് മുരളീധര വർമ്മ എന്നാണ്. അതെ, ആക്ച്വലി സാറിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് പലപ്പോഴും ട്രേഡിംഗ് പഠിപ്പിക്കുന്ന സ്ട്രാറ്റജീസ് ഉൾപ്പെടെ നിഫ്റ്റിയെ കുറിച്ചാണെങ്കിലും പുട്ടിനെ കുറിച്ചാണെങ്കിലും കോളിനെ കുറിച്ചൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് കരുതലോട് വളരെ സൂക്ഷ്മതയോടുകൂടി ട്രേഡ് ചെയ്യുന്നത് ഒരാൾ എന്ന് ബേസിക്കലി പറഞ്ഞു തരാൻ സാറാണ് വളരെ കേപ്പബിൾ എന്ന് ഞാൻ കേട്ടു. ആക്ച്വലി ആരാണ് വർമ്മ സാർ? നമസ്കാരം. ഞാൻ ഒരു 22 ഇയേഴ്സായി ഈ മാർക്കറ്റിൽ വന്നിട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ 2005 തുടങ്ങുന്നത്. അതിനു മുമ്പേ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാം. ഞാൻ ഗൾഫിലായിരുന്നു. അവിടെ വെച്ച് ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, HOC പോലുള്ള കമ്പനികളിൽ. അവിടെയുള്ള കുറച്ച് കൂട്ടുകാർ പറഞ്ഞത് അന്നൊന്നും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് പോലും അറിയില്ല. ഞാനിത് തിരിച്ചു വന്ന് ഈ HOCയിലെ ഷെയർ വിൽക്കാനായിട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഫേമിൽ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓൺലൈനൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഫേമിലേക്ക് നേരിട്ട് ചെല്ലുകയാണ്. അതെ, നമുക്ക് പേപ്പറായിട്ടാണ് കിട്ടുന്നത് തന്നെ, ഒരു സർട്ടിഫിക്കറ്റ് പോലെ. ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. യെസ്. ഞാനിത് വിൽക്കാൻ ചെന്നപ്പോൾ ബൈ ചാൻസിൽ അവിടെ ഇരുന്നത് എൻ്റെ ഫ്രണ്ടായിരുന്നു, അത് നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഒരു കോളേജ് മേറ്റ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇതെന്തിനാ വിൽക്കണേ, ജസ്റ്റ് ഒരു കാര്യം ചെയ്യേ, ഇവിടെ നമുക്ക് ട്രേഡിങ് പഠിക്കുകയും ചെയ്യാം, വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം, വില കൂടുമ്പോൾ വിൽക്കുക, കുറയുമ്പോൾ തിരിച്ചു വാങ്ങുക, അങ്ങനെ ഒന്ന് പഠിച്ചു കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. കുറെ കഴിഞ്ഞപ്പോൾ സ്ഥിരം പോക്കായി, ഇത് പഠിക്കാൻ ശ്രമിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. അതിനുശേഷം വേറൊരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ സ്റ്റോക്ക് വിറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ല, ബൾക്ക് എമൗണ്ട് ഉണ്ടെങ്കിലേ അതിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ, അപ്പോൾ 1000 രൂപ ഡെയിലി കിട്ടാനുള്ള മാർഗ്ഗങ്ങളുണ്ടെന്ന്. അപ്പോൾ പിന്നെ അതെന്തായി, അങ്ങനെയാണ് നിഫ്റ്റിയുടെ ഓപ്ഷനിലേക്ക് വന്നത്. അപ്പോൾ ഈ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു 50 കമ്പനിയുടെ ഒരു സ്കെയിലാണ് നിഫ്റ്റി, സെൻസെക്സ്. അതായത് ബേസിക്കലി നമ്മളിപ്പോൾ സാറ് പറയാൻ പോകുന്നത്, സാറ് കുറച്ചുകൂടി എക്സ്പേർട്ട് ആയിട്ടുള്ളത് നിഫ്റ്റിയിലാണ്. ഓക്കെ, അപ്പോൾ സാറിൻ്റെ കൂടുതൽ ട്രേഡിലുള്ള പ്രഡിക്ഷൻസ് ആണെങ്കിലും കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്നത് നിഫ്റ്റി പുട്ട് ആൻഡ് കോൾഡ് ആണ്. അപ്പോൾ സാർ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ എന്താണ് നിഫ്റ്റി, അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും സാർ പറഞ്ഞത്. അപ്പോൾ ഈ നിഫ്റ്റി, സെൻസെക്സ് അങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു 50 കമ്പനിയുടെ ഒരു അളവ് പോലാണ്, ഒരു സ്കെയിൽ. നിഫ്റ്റി ഫ്യൂച്ചർ ഉണ്ട്, നിഫ്റ്റിയിൽ തന്നെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതാണ് ഈ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയാം അതിലേക്ക്. അപ്പോൾ നിഫ്റ്റിയിൽ നല്ല ഒരു മാരുതി അല്ലെങ്കിൽ L&T അങ്ങനെ ഒരുപാട് HDFC, ICIC അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സ്കെയിലാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് കയറിയാലും ഇറങ്ങിയാലും നിഫ്റ്റി അത് ബാധിക്കും. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ പറയുന്ന ഇന്ന് 22,400 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ കിടക്കുന്ന 50 കമ്പനികളുടെ അതിലൊരു 30 കമ്പനി ചിലപ്പോൾ ഹൈ ആയിട്ട് നിൽക്കായിരിക്കും, 20 താഴെയായിരിക്കും. അപ്പോൾ നമുക്കതൊന്നും അറിയണ്ട. HDFC നിന്ന് കയറിയോ അല്ലെങ്കിൽ L&T നിന്ന് ഇറങ്ങിയോ ഇതൊന്നും നമുക്ക് അറിയണ്ട, നിഫ്റ്റി പോയി വാങ്ങിയാൽ മതി. അങ്ങനെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ പോയി വാങ്ങാം. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 22,400 ആണെങ്കിൽ ഇൻറ്റു 75 ഇപ്പോൾ ഒരു ലോട്ട് പോലെയാണ് വാങ്ങുന്നത്. ഇപ്പോൾ 15 ആയിരുന്നു, പിന്നെ 25 50 75 അങ്ങനെ നിഫ്റ്റി ഇപ്പോൾ ഓപ്ഷനൊക്കെ 75 ആക്കിയിരിക്കുന്നു. അപ്പോൾ 75 ഗുണം 22,400 അതൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് വരും. അതിന് പകരം സാധാരണക്കാർക്കും കൂടെ അത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒക്കെ വീക്കിലി ക്ലോസിംഗ് ഉണ്ട്, മന്ത്ലി ഉണ്ട്, വീക്കിലി ഉണ്ട്. അപ്പോൾ 3 months അങ്ങനെ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുക. ഫ്യൂച്ചറൊക്കെ 3 months. അപ്പോൾ കോൾ ഓപ്ഷൻ നമുക്കിപ്പോൾ ഉദാഹരണം എടുത്താൽ വീക്കിലി ക്ലോസ് ചെയ്യുന്നുണ്ട്. സാർ, അതിനു മുമ്പ് ഈ കോൾ ഓപ്ഷൻസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ വളരെ ബേസിക്കായിട്ട് ചോദിക്കുന്നത്, എന്താണ് ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എന്നുള്ള വ്യത്യാസം? യെസ്, ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ 12 ബാങ്കുകളുടെ ഒരു സ്കെയിലാണ് ബാങ്ക് നിഫ്റ്റി. അതിന് ബാങ്കുകൾ മാത്രമേ വരൂ. നിഫ്റ്റിയിൽ അങ്ങനെയല്ല, സ്റ്റീൽ വരാം, ഓട്ടോ വരാം, എല്ലാത്തിൻ്റെയും കൂടെ ഒരു സ്കെയിലാണ് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി മാത്രമേ. ഇനി ഞാനൊരു കാര്യം ചോദിച്ചത്, ഇപ്പോൾ നമ്മൾ ക്യാഷ് മാർക്കറ്റ് എന്ന് പറയുന്നതാണ് സാധാ സ്റ്റോക്ക് മാർക്കറ്റ്. യെസ്, സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഈ ക്യാഷ് മാർക്കറ്റ് ഓപ്ഷൻ മാർക്കറ്റാണ് ഈ കോൾ ഓപ്ഷൻ വരുന്നത് അല്ലേ? അപ്പോൾ ഈ ക്യാഷ് മാർക്കറ്റിന് ഒരു എക്സ്പയറി ഇല്ല? ഇല്ല.
എത്ര വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, വാങ്ങാം, അങ്ങനെയൊക്കെയാണ് ക്യാഷ് മാർക്കറ്റ്. ഓപ്ഷനിൽ അങ്ങനെയല്ല, ഡെറിവേറ്റീവ്സ് എന്ന് പറയും. ഓപ്ഷനിൽ വീക്കിലി മന്ത്ലി ഒക്കെ ക്ലോസ് ആയി പോകും. അതായത് ഇപ്പോൾ കോള് 1000-ലേക്ക് പോകുമ്പോൾ പുട്ട് 0-ലേക്ക് പോകും, അല്ലെങ്കിൽ പുട്ട് 1000-ലേക്ക് പോകുമ്പോൾ കോള് 0-ലേക്ക് പോകും. 0-ലേക്ക് പോകുന്നതാണോ അപ്പൊ ഇതിന്റെ ഒരു? അതെ അതെ, 100% ഏതെങ്കിലും ഒരെണ്ണം പോയിരിക്കും. അതായത് കോള് കയറുക എന്ന് പറഞ്ഞാൽ നിഫ്റ്റി കയറുക എന്നാണ് അതിൻ്റെ അർത്ഥം. നിഫ്റ്റി ഉയരങ്ങളിലേക്ക് പോകുന്നതോറും കോള് കയറിക്കൊണ്ടിരിക്കും. ഇപ്പം ഇതുവരെയുള്ള നമ്മുടെ ലൈവ് സെഷൻസിൽ നിന്ന് ഒരുപാട് പ്രേക്ഷകർ, ഐ മീൻ നമ്മുടെ ലൈവിൽ വന്ന ഒരുപാട് ചാറ്റ്, അതുകൂടാതെ പേഴ്സണായിട്ട് നമുക്ക് വന്ന ചാറ്റിൽ നിന്നാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഒരുപാട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ സാറിനോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, സാർ എന്താണ് നിഫ്റ്റി കോൾ എന്ന് പറഞ്ഞത്? ഈ കോൾ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ആണ്, അതായത് ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ക്ലോസ് ചെയ്യുന്നത് വീക്കിലിയോ മന്ത്ലിയോ ചെയ്യുന്നതിനാണ് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിൽ ഒരാൾക്ക്, നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട്. ഓക്കെ. 1 കോടി രൂപയാണ് അതിൻ്റെ വില. എനിക്ക് ഈ 1 കോടി രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ. ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളായിട്ട് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നു, വെറും 1 ലക്ഷം രൂപ എന്നുകൊണ്ട് 6 മാസത്തിനുള്ളിൽ ഞാനിത് വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നിങ്ങളത് സമ്മതിക്കുകയാണ്. വെറും 1 ലക്ഷം രൂപയാണ് നിങ്ങൾ കയ്യിലേക്ക് വാങ്ങിക്കുന്നത്. 6 മാസം സമയമുള്ളൂ. ഈ 6 മാസത്തിനുള്ളിൽ അവിടെ ചിലപ്പോൾ വൻ പുരോഗതി ഉണ്ടാവാം. അത് കണ്ട് വേറൊരാൾ 1 കോടി 10 ലക്ഷത്തിന് ഞാൻ വേറൊരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നു. 6 മാസം ആകുമ്പോൾ ഈ 1 കോടി 10കാരനെ നിങ്ങളായിട്ട് മുട്ടിക്കുന്നു, എനിക്ക് 10 ലക്ഷം കമ്മീഷൻ കിട്ടും. പെട്ടെന്ന് അവിടെ ഒരു റെയിൽവേ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നു, സിൽവർ ലൈൻ പോലുള്ള എന്തെങ്കിലും വന്നു, അവിടെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാതിരുന്നാൽ മതി, 1 ലക്ഷം നിങ്ങൾക്ക് കിട്ടും. അതേപോലെയാണ് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ഒക്കെ. ഈ കോൾ ഓപ്ഷൻ ഞാനിപ്പോൾ വാങ്ങി, അത് വാങ്ങണം എന്ന് നിർബന്ധമില്ല. ആ സമയമാകുമ്പോഴത്തേക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ അത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ, അതായത് ഇതൊരു എന്താ പറയുക, ഒരു എഗ്രിമെൻറ്റ് പോലെയാണ്. വാങ്ങിക്കൊള്ളാം, നിർബന്ധമില്ല. ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന, യെസ്, ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ നമുക്ക് വീക്കിലി ഈ 0 ആവുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കവിടെ അത് വാങ്ങാനുള്ള അല്ല, ശരിക്കും ഇപ്പം ഈ പ്രേക്ഷകന് കൂടുതൽ അറിയേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് കോള് എന്താണ് എന്നതിലുപരി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശമാണ് സാറ് പറഞ്ഞത്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ട്രേഡിന് വേണ്ടി എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാപിറ്റലായിട്ട് എത്ര രൂപ വേണം? ഇപ്പോൾ കോൾ ഓപ്ഷനും പുട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ മിനിമം 10,000 പോലും ഉണ്ടായാൽ കാര്യമില്ല, 1 ലക്ഷം ഉണ്ടായാലും കാര്യമായിട്ടൊന്നും കിട്ടില്ല. 1000 രൂപ പോലും കിട്ടാൻ പാടാണ്. കാരണം ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോൾ SBIയുടെ വില ഇന്നത്തെ ഒരു വില നോക്കിക്കഴിഞ്ഞാൽ 700 ചില്ലാൻ രൂപ വരും ഒരെണ്ണത്തിന്. 10 എണ്ണം മേടിക്കുക 7000, 100 എണ്ണം മേടിക്കുമ്പോഴത്തേക്ക് 70,000. ഈ 70,000 മുടക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? 100 രൂപ, 300 രൂപ, 200 രൂപ, 500 രൂപയൊക്കെ ആയിരിക്കും. ആ സമയത്ത് നിഫ്റ്റി, അതായത് വലിയൊരു ലാഭം ഉണ്ടാക്കാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ക്യാപിറ്റൽ ആവശ്യമാണ്. യെസ്. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 5,000 റുപ്പീസ് നമുക്ക് ഒരു ഡെയിലി ലാഭത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ഡെയിലി ഉണ്ടാക്കണമെങ്കിൽ ഒരു 30,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 5,000 ഉണ്ടാക്കാം. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ 10,000 ആയാലും മതി ഓപ്ഷൻസിൽ. യെസ്. പിന്നെ ഞാനിപ്പോൾ അമേരിക്കയുടെ പോളിസിയുടെ കാരണം 2 രൂപയ്ക്ക് കിടന്നിരുന്ന സാധനം പിറ്റേ ദിവസം 300 രൂപയായി. മനസ്സിലായി. ഇപ്പോൾ 2,000 രൂപ എന്നുണ്ടായിരുന്നെങ്കിൽ അത് 2 ലക്ഷം രൂപയായാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാൻസസ് കിട്ടും. പിന്നെ ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെന്ററുടെ കീഴിൽ വേണം ഇത് ട്രേഡ് ചെയ്യാൻ. അതായത് ഒരു സാധാരണക്കാരന് ഓടിക്കയറി ഒന്നും ചെയ്യാൻ പറ്റിയ സംഭവമല്ല. ഞാനിപ്പോൾ ബേസിക്കലി ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും ഈ ട്രേഡ്, പ്രത്യേകിച്ചും ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരുപാട് അക്കാഡമീസ് ഉണ്ട്. അവരൊക്കെ വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് അവർ ട്രേഡിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും ഇതിൽ ഈ ട്രേഡിങ്ങിലേക്ക് വന്നതിന് ശേഷം കുറച്ച് ടേംസിനെ കുറിച്ച് അറിയാനായിട്ട്, അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, യൂട്യൂബ് വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ട്രേഡിങ്, എന്താണ് ട്രേഡിങ്ങിൻ്റെ, നമ്മൾ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ട്രേഡ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി, ടേംസും ഡെഫിനിഷൻസൊക്കെ എല്ലാം നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ ഒരു ധൈര്യക്കുറവാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവരെല്ലാം കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രാഫിനെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ ആ ആപ്പിൽ കയറിയ ഗ്രാഫ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ആപ്പ് സ്റ്റോക്കോ HDFCയോ എല്ലാത്തിലും ഈ ഗ്രാഫ് കിട്ടും. അതായത് ഇപ്പോൾ നിഫ്റ്റിയുടെ കോളിൻ്റെ ഗ്രാഫ് നമുക്ക് എടുക്കാം.
ഇവരെല്ലാം പ്രീവിയസ് ഗ്രാഫ് കഴിഞ്ഞ വർഷം എങ്ങനെ പോയി, ഈ വർഷം എങ്ങനെ പോയി, 6 മാസം മുമ്പ് എങ്ങനെ പോയി എന്നൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് ഒക്കെ എടുത്ത് ഈ ഗ്രാഫിൽ ഇവിടെ നിൽക്കുന്നതാണെങ്കിൽ അവിടുന്ന് താഴെ പോയാൽ താഴത്തേക്ക് പോകും, അവിടുന്ന് മുകളിൽ പോയാൽ മുകളിലേക്ക് പോകും എന്നൊക്കെ ഒരു അസ്യൂം ചെയ്തുള്ള ഒരു ട്രേഡിംഗ് ആണ് 99% ഈ ലോകത്ത് മുഴുവൻ നടക്കുന്നത്. മനസ്സിലായി. ഞാൻ അതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ ഒരു 22 വർഷത്തെ എക്സ്പീരിയൻസ് നിന്ന് ഞാൻ ഇതിൽ മനസ്സിലാക്കി ഈ ഗ്രാഫ് കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വെല്ലുവിളിക്കാൻ തയ്യാറാണ്. സാർ ഗ്രാഫ് അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ ഗ്രാഫ് നോക്കാറേ ഇല്ല. കാരണം ഒരു ഗ്രാഫ് കൊണ്ട് ഇത്ര, അതായത് ഇപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചലഞ്ചിങ് ആയിട്ട് എടുത്തോളൂ. ഇന്നിപ്പോൾ കോൾ ഓപ്ഷൻ 300 രൂപയ്ക്ക് ഓപ്പൺ ചെയ്തു മാർക്കറ്റിൽ. ഈ 300 രൂപയുടെ ഓപ്ഷൻ എത്ര വരെ പോകുന്നത് ഒരു ഗ്രാഫ് നോക്കി ഒരാൾ പറയട്ടെ? പറയില്ല. ഞാൻ എഴുതി തരാം. അവർ പറയുന്നത് എന്താ, കഴിഞ്ഞ ആഴ്ചത്തെ എവിടം വരെ പോയി, അപ്പോൾ ഇവിടെ പോയി, അത് ബ്രേക്ക് ചെയ്താൽ 350 പോകും, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ കണ്ടിരിക്കുന്ന ഒട്ടുമിക്ക വീഡിയോസും, അതായത് ഞാനിപ്പോൾ ഓപ്ഷൻ പറ്റി പഠിപ്പിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷൻ എങ്ങനെ നമ്മൾ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യേണ്ടത്, സേഫായിട്ട് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ മാർക്കറ്റിലേക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഇതിൽ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവർ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൽ ഗ്രാഫ് മേളിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഡൗൺവേർഡ് ആണെങ്കിൽ അപ്വേർഡ് ട്രെൻഡ്, ഡൗൺവേർഡ് ട്രെൻഡ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊന്നും സാറ് ഡിപ്പെൻഡ് ചെയ്തില്ല. ഇല്ല, ഞാൻ രാവിലെ എൻ്റെ ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, രാവിലെ 9:30 തന്നെ പറയുന്നുണ്ട് വൈകുന്നേരത്തിനുള്ളിൽ ഇത് എവിടം വരെ ചെല്ലും, എങ്ങനെയായിരിക്കും, പുട്ട് ഓപ്ഷൻ എവിടം വരെ ചെല്ലും, കോൾ ഓപ്ഷൻ എവിടെ ചെല്ലും, നിഫ്റ്റി എവിടെ ചെല്ലും, ബാങ്ക് നിഫ്റ്റി എവിടെ ചെല്ലും, ഈവൻ US ഡോളർ വരെ ഞാൻ പറയുന്നുണ്ട്. ഇതൊന്നും ഗ്രാഫ് നോക്കിയിട്ടല്ല. എനിക്കൊരാൾ ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാൻ സാറേ, ഇത് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എനിക്ക് കാരണം ഈ ലോകത്തുള്ള എല്ലാവരും 99% പേരും ഇപ്പം നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്ത്, പ്രീവിയസ് ഗ്രാഫിൻ്റെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സാർ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് സാർ ഒരു അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. കണക്കിൽ സൗത്ത് ആഫ്രിക്കയിൽ ചെന്നാലും 1+1 2 ആണ് അല്ലേ? അപ്പോൾ ആ മാത്തമാറ്റിക്സ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ്. ഏതിൻ്റെ വേണമെങ്കിലും, സെൻസെക്സ് ആയിക്കോട്ടെ, നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഈവൻ US ഡോളറോ. ഞാൻ എൻ്റെ ചാനലിൽ ആവശ്യമില്ലെങ്കിലും US ഡോളറിൻ്റെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, അത് പറ്റും. സാറ് പറയുന്നത് ഈ പറയുന്ന US ഡോളർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഈ പറയുന്ന ഓപ്ഷൻ ആണെങ്കിലും അതിൽ പുട്ട കോൾ ആണെങ്കിലും മാത്തമാറ്റിക്സ് എല്ലാത്തിനും ഒന്ന് തന്നെയാണ്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ വ്യാഴാഴ്ച ക്ലോസിംഗ് ആണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്കും പറയും പുട്ടാണ് 0 ആവുന്നത്, അല്ലെങ്കിൽ കോളാണ് 0 ആവുന്നത് എന്ന് പറയും. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, കറക്റ്റായിട്ട് പറഞ്ഞിരിക്കും. അങ്ങനെ പറയാൻ എത്ര പേരുണ്ട്? വേറെ ഒന്നുമില്ല, അവരെ കുറ്റപ്പെടുത്തല്ല. അവരെല്ലാം ഗ്രാഫിനെ ഫോളോ ചെയ്യുന്നവരാണ്. ഞാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഗ്രാഫ് എനിക്ക് വേണ്ട. ഈ 22 വർഷത്തെ സാറിൻ്റെ എക്സ്പീരിയൻസ് ഒരു ഇക്വേഷനാണ് സാറിന് തന്നത്. തീർച്ചയായിട്ടും ഈ ഇക്വേഷനാണ് സാറിന് എന്നെ ഇപ്പോൾ നയിക്കുന്നത്. ആ ഇക്വേഷനാണ്. അതെനിക്ക് 101% കറക്റ്റാണ് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനത് പുറത്തേക്ക് വിട്ടത്. ഇതിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ ഇക്വേഷൻ വെച്ചിട്ട് സാറൊന്ന് പറയും. അതായത് നിഫ്റ്റി ഇന്നലെ അവസാനിച്ചത്, ഞാനൊരു അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഐ മീൻസ് 22,100 ഇന്നലെ നിഫ്റ്റി അവസാനിച്ചത്. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഇപ്പോൾ എന്ന് റിലീസാവും നമുക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാം. അതായത് 22,100 നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ സാറിൻ്റെ അൽഗോരിതത്തിലേക്കാണ് വരുന്നത്. ഞാൻ ഇതിൽ ഏത് പുട്ട് സെലക്ട് ചെയ്യും, ഏത് കോൾ സെലക്ട് ചെയ്യും? അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്നലത്തെ മാർക്കറ്റ് 22,400 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2400 ഇന്നലത്തെ മാർക്കറ്റ്. ഇന്നലത്തെ ഞാനിപ്പോൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ മാർക്കറ്റ് അവധിയാണ്, നാളെയാണ് പുറക്കുള്ളൂ, വെള്ളിയാഴ്ച. ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തേക്കണേ എന്താണെന്ന് വെച്ചാൽ അത് 22,400 നിന്ന് 22,800, ആദ്യം 22,500, 22,800, ചിലപ്പോൾ 23,000 വരെ പോകാമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. സാർ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചത് 10th ഏപ്രിലാണ്. അപ്പോൾ ഈ നൈറ്റിൽ വലിയൊരു മാറ്റം വന്നിരുന്നു. അതായത് ട്രംപ് ഈ താരിഫിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളെ. പക്ഷേ അതൊന്നുമല്ല, എൻ്റെ എല്ലാ ദിവസത്തെ പ്രഡിക്ഷനും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ട്രംപിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള തീരുമാനങ്ങളൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. തലേദിവസം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഈ ട്രംപിൻ്റെ തീരുമാനം വരുന്നത് രാത്രി ആയിരിക്കില്ല. ഞാൻ 3:30 ശേഷം എൻ്റെ ചാനൽ എടുത്താൽ കാണാൻ പറ്റും. 3:30 ശേഷം പ്രഡിക്ഷൻ നടക്കുന്നുണ്ട്. ട്രംപിൻ്റെ ന്യൂസ് ആയിക്കോട്ടെ, മോഡിയുടെ ന്യൂസ് ആയിക്കോട്ടെ, ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ ക്ലോസിങ് എവിടെയാണ് എന്ന് വെച്ചാൽ എനിക്കറിയാം നാളത്തെ ഓപ്പണിംഗ് എവിടെയായിരിക്കും. അതേപോലെ ഇപ്പോൾ കയറുകയാണെങ്കിൽ കോളായിരിക്കും കയറുന്നത്, അല്ലേ? ഇറങ്ങുകയാണെങ്കിൽ പുട്ടായിരിക്കും കയറുന്നത്. അതായത് അത് ചിലർക്ക് സംശയമുണ്ട്. അതൊന്നും പറഞ്ഞു, ഐ മീൻസ്
അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അതായത് നിഫ്റ്റിയുടെ ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും കോള് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി കയറുമ്പോൾ കോള് കയറും, നിഫ്റ്റി ഇറങ്ങുമ്പോൾ പുട്ട് കയറും. അങ്ങനെയാണ് ഇതിന്റെ സംഭവം. അതായത് ഇതിപ്പോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനിത് പറയുമ്പോൾ, ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ട്രേഡിങ്ങിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്നോട് ചോദിച്ചൊരു കാര്യം, ദൈവത്തെ ഓർത്ത് നീ ഇന്ന് പൈസ ഇടല്ലേ, കാരണം ഇന്ന് മാർക്കറ്റ് ഇടിയും എന്നാണ് പറഞ്ഞത്. മാർക്കറ്റ് ഇടിഞ്ഞാലും നമുക്ക് പൈസ ഉണ്ടാക്കാം, തീർച്ചയായിട്ടും 2 രീതിയിൽ ഉണ്ടാക്കാം. മാർക്കറ്റ് കയറിയാലും നമുക്ക് 2 രീതിയിൽ പൈസ. ഇടിയുമ്പോൾ പുട്ട് മേടിക്കുക, കയറുമ്പോൾ കോള് മേടിക്കുക, അതെ, അത്രേ ഉള്ളൂ. അതായത് മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പുട്ട് വാങ്ങുക, കാരണം പുട്ട് മേളിലേക്ക് അല്ലേ. അതെ. മാർക്കറ്റ് മേളിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ കോള് വാങ്ങുക, കാരണം മാർക്കറ്റിന്റെ കൂടെ സഞ്ചരിക്കുന്നത് കോളായിരിക്കും. നമ്മൾ ചോദിച്ച ചോദ്യം അതല്ല. ഓക്കെ, അതെ സാർ, ഇങ്ങനെയാണ് ഈ പറയുന്ന പലതും ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്തതാണ്, അപ്പോൾ ഏതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, പുട്ടായിട്ടും കോളായിട്ടും? അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്നലെ 22,400 ക്ലോസ് ചെയ്തു. എൻ്റെ നിഗമനം അനുസരിച്ച് നാളെ നെക്സ്റ്റ് വർക്കിംഗ് ഡേ അത് 22,600, 22,800, 23,000 വരെ പോകും എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ കോൾ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഏത് കോൾ എടുക്കണം? എൻ്റെ ചോദ്യം എപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പോൾ തലേ ദിവസം വാങ്ങുകയാണെങ്കിൽ 22,400 തന്നെ എടുക്കാം. പിറ്റേ ദിവസമാണ് വാങ്ങണമെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഏതാണോ അത് എടുക്കുക. അതായത് അറ്റ് ദ മാർക്കറ്റ്, ഇൻ ദ മാർക്കറ്റ്, ഔട്ട് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് അറ്റ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ 22,520 ഓപ്പൺ ചെയ്യണമെങ്കിൽ 22,500 എടുക്കുക. അതായത് അത് സാർ ഒന്ന് പറഞ്ഞുതരാം, സ്ലോയി പറയുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. ഈ അറ്റ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 22,520 ആണെങ്കിൽ 22,500 തന്നെ എടുക്കണം. അതാണ് അറ്റ് ദ മാർക്കറ്റ്. മാർക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുന്നതല്ല, ഓപ്പൺ ചെയ്യുന്ന എപ്പോഴാണ്? രാവിലെ 9:15. നമുക്കൊരു 9:05 ആകുമ്പോൾ ഗൂഗിളിൽ കയറി അറിയാൻ പറ്റും പ്രീ മാർക്കറ്റ് ഉണ്ട്. അപ്പോഴത്തേക്ക് മാർക്കറ്റിന്റെ ഓപ്പണിങ് എത്രയാണെന്ന് അറിയാൻ പറ്റും, ഒരു 9:05, 9:10 പക്ഷേ ശരിക്കുള്ള മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:15 9:15 മുതൽ 3:30 വരെ ഒരു ഗ്യാപ്പ് ഇല്ലാതെയാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് 9:15 മാർക്കറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം ഓപ്പണിംഗ് 22,500 അല്ലെങ്കിൽ 550 ആണെങ്കിൽ നമ്മൾ 22,500 കോളും പുട്ടുമാണ് എടുത്തിടുന്നത്. അതാണ് അറ്റ് ദ മാർക്കറ്റ്. അതായത് സാറിന് ട്രേഡ് നടക്കുന്നതും ഈ അൽഗോരിതം വർക്ക് ആവുന്നതൊക്കെ അറ്റ് ദ മാർക്കറ്റിലാണ്. യെസ്. ഈ മാർക്കറ്റ് കയറുകയാണെങ്കിൽ ഈ 22,500 ഇന്ന് 22,600 പോവുകയാണെങ്കിൽ ഈ 22,500 ഇൻ ദ മാർക്കറ്റ് ആവും. കാരണം അതിന്റെ വാല്യൂ വ്യത്യാസം വന്നു. 22,600 നിൽക്കുമ്പോൾ ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങുമ്പോഴാണ് അത് കൂടുതൽ വരുന്നത്. അതായത് മാർക്കറ്റ് 22,500 ഓപ്പൺ ചെയ്തു, 22,400 വന്നാൽ ഈ 22,500 ഔട്ട് ഓഫ് ദ മാർക്കറ്റായി, അതിന്റെ വാല്യൂ കുറയും. മനസ്സിലായി? മുകളിൽ നിൽക്കുന്ന ഒരു വാല്യൂ കുറഞ്ഞു വരും. ഇത് മാർക്കറ്റ് ഇറങ്ങുമ്പോൾ, അതായത് അറ്റ് ദ മാർക്കറ്റിന്റെ മേളിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കുന്നത്, അതായത് കോളിലാണെങ്കിൽ അത് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്, ഇൻ ദ മാർക്കറ്റായി മാറും. മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ 22,500 22,400 വരികയാണെങ്കിൽ 22,500 ഔട്ട് ഓഫ് ദ മാർക്കറ്റായി. മനസ്സിലായി? അപ്പൊ അതിന് വാല്യൂ കുറഞ്ഞു വരും. അവിടെ പുട്ടാണ് വർക്ക്ഔട്ട് ആവും. അതെ. അതുപോലെ തന്നെ ഈ 15 രൂപ 10 രൂപയ്ക്ക് ആൾക്കാർ ലാഭം നോക്കിയൊക്കെ പോയി പിടിച്ചാൽ അതൊന്നും കാര്യമായ ഒരു വോളിയം ഉണ്ടാവില്ല. മനസ്സിലായി? അപ്പൊ അതിൽ ലാഭം കിട്ടില്ല. ഫ്ലക്ച്വേഷൻ എപ്പോഴും അറ്റ് ദ മാർക്കറ്റോ അല്ലെങ്കിൽ ഇൻ ദ മാർക്കറ്റിലോ പോയി ട്രേഡ് ചെയ്യണം. ഓക്കെ, ഒരു ചോദ്യത്തിലേക്ക് വരാം. അതായത് സാറിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഷെയർ മാർക്കറ്റിൽ നഷ്ടം സംഭവിക്കാതെ ലാഭം ഉണ്ടാക്കാൻ പറ്റുകയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറയാമെന്നേ ഞാൻ പറയുള്ളൂ. 1 രൂപ നഷ്ടമില്ലാതെ ഒന്നും ചിലപ്പോൾ ലക്ഷങ്ങൾ പോകും. അത് മൈൻഡ് ചെയ്യാതെ പഠിക്കാൻ ശ്രമിച്ചാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളാരാന്ന് അറിയുമോ? ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാക്കിയ ആളാണ് ഒരു അമേരിക്കക്കാരനാണ്. അതായത് വർമ്മ മാജിക്കിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ വർമ്മയുടെ ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് എത്ര രൂപ നഷ്ടപ്പെട്ടു? എൻ്റെ ഫ്രം ദ ബിഗിനിങ് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 10 ലക്ഷത്തോളം രൂപ എൻ്റെ പോയിട്ടുണ്ട്. അത് ഒരു ദിവസം കൊണ്ടല്ല. അതായത് മാർക്കറ്റിൽ അന്നൊന്നും ഇതൊന്നും പറഞ്ഞു തരാൻ നമുക്ക് ആളില്ല, നമ്മൾ സ്വയം പഠിക്കുക. ആദ്യ ദിവസം ചിലപ്പോൾ ഒരു 2,000 രൂപ പോകും. പിറ്റേ ദിവസം നമ്മൾ ആ 2,000 ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും കൂടുതൽ എമൗണ്ട് ഇടും, അപ്പം 5,000 പോകും. പിന്നെ നമ്മൾ 5,000 ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും എമൗണ്ട് ഇടും, അന്നേരം 10,000 പോകും. പിന്നെ 15,000 ഉണ്ടാക്കാനുള്ള അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് നമുക്ക് പൈസ പോകും. പക്ഷേ ചില ദിവസം കിട്ടുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് പോകില്ല. അപ്പോൾ നമുക്കറിയാം ഇതിൽ കിട്ടാനുള്ള മാർഗമുണ്ട്, നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ പുറകെ ചൂഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് പഠിക്കാനും പറ്റുള്ളൂ. പഠിക്കാതെ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിൽ ഞാൻ പല ട്രേഡേഴ്സും, അതായത് ഞാൻ വർമ്മ സാറിനെ കണ്ടതിന് ശേഷം വർമ്മ സാറിനെ വിലയിരുത്താനായിട്ട്, അല്ലെങ്കിൽ സാറിൻ്റെ സ്ട്രാറ്റജീനെ അല്ലെങ്കിൽ ഇക്വേഷനെ വിലയിരുത്താനായിട്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക ഷെയറിനെ കുറിച്ച്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഭംഗിയായിട്ട് പറഞ്ഞു തരുന്ന ഒരുപാട് ചാനലുകൾ, അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഒരുപാട് ചാനലുകൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ബേസിക്കലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇവരെല്ലാം ഒരു ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നത്. അതായത് നിങ്ങൾ 1 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നതായിക്കോട്ടെ, 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇവിടെ ലാഭവും നഷ്ടവും എന്നതിലുപരി നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിസിപ്ലിനാണ്. വർമ്മ എങ്ങനെ ഡിസിപ്ലിനുള്ള ഒരാളാണ്? ഡിസിപ്ലിൻ അല്ല ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് സൈക്കോളജിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവാം. അത് സൈക്കോളജി ഇപ്പോൾ എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലേ. കുറച്ച് ലോസ് വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് സൈക്കോളജിക്കൽ ഒരു എഫക്ഷൻ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഒരു എത്തും പിടിയില്ലാതെ വരുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റേറ്റ് ഇന്ന ഒരു പോയിന്റ് വരെ എത്തുന്ന പറഞ്ഞാൽ അവരുടെ സൈക്കോളജിയുടെ കാര്യമില്ല, എത്തുന്ന ഉറപ്പാണ് ഒരാൾ പറയാനുണ്ടെങ്കിൽ. മനസ്സിലായി. അല്ലെങ്കിൽ താഴത്തേക്കാണെങ്കിലും താഴത്തേക്ക് അപ് ടു ഒരു വാട്ട് എക്സ്റ്റെൻറ്റ് ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കുള്ള പ്രശ്നങ്ങൾ കുറയും. ഈ സൈക്കോളജി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? ഇവർക്ക് അറിയില്ല ഇത് എവിടെ വരെ പോകുന്നുള്ളത്. ഞാൻ പറയുന്നത് എന്താ, നമുക്കൊരു മാത്തമാറ്റിക്സ് ഉണ്ട്. അപ്പോൾ ആ മാത്തമാറ്റിക്സ് അറിയാമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഒരു വറി ചെയ്യേണ്ട കാര്യമില്ല. ഈ സൈക്കോളജിക്കൽ എഫക്റ്റ് അവിടെ വരുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാം ഇത് ഇവിടം വരെ പോയാലും തിരിച്ച് അവിടെ വരെ പോകുമെന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു കണക്കുണ്ടെങ്കിൽ. വർമ്മ പാനിക്കായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ചില സമയത്ത്. കാരണം ഇപ്പൊ 100 രൂപയ്ക്ക് മേടിച്ച ഒരു ഷെയർ ഞാൻ കണക്കൂട്ടി വെച്ചിരിക്കുന്നത് രാവിലെ അത് 50 വരെ പോകുന്നതാണ്. ഈ 50-ൽ താഴെ ചിലപ്പോൾ പോയി എന്ന് വരാം. അപ്പൊ നമ്മുടെ കണക്ക് തെറ്റിച്ചൊന്ന് താഴെ പോയി എന്ന് വരാം. പക്ഷെ അപ്പോഴും നമ്മൾ തിരിച്ച് 50-ലേക്ക് കയറാൻ വെയിറ്റ് ചെയ്യും. മനസ്സിലായോ? ആ വെയിറ്റ് ചെയ്യുന്ന സമയം മാത്രം ഒരു പാനിക്ക് വരും. പക്ഷെ നമുക്ക് അപ്പോഴും ഉറപ്പാണ് തിരിച്ച് കയറുന്നുള്ളത്. ഞാൻ മിനിഞ്ഞാന്ന് ഒരു പ്രഡിക്ഷൻ കൊടുത്തിരുന്നു. അതായത് 116-ൽ ക്ലോസ് ചെയ്ത സാധനം പുട്ടാണ്. ഞാൻ പറഞ്ഞു 130, 150 വരെ പോയാലും തിരിച്ച് 93, 75, ചിലപ്പോൾ 50, ചിലപ്പോൾ 0 ആവും എന്ന് ഞാൻ പറഞ്ഞു. അത് ഇന്നലെ അതേപോലെ തന്നെ ഞാൻ സംഭവിച്ചത്. 150, 180 വരെ പോയി തിരിച്ച് അതേപോലെ താഴത്തേക്ക് വന്ന് 0 ആയി. സാറ് മിനിഞ്ഞാന്ന് പറയുമ്പോൾ സംശയമുണ്ട്. അതായത് മിനിഞ്ഞാന്ന് പറയുമ്പോൾ എക്സ്പയറി വെനസ്ഡേ ആയിരുന്നു. എക്സ്പയറി 9-ാം തീയതി. ഞാൻ 8-ാം തീയതി പ്രഡിക്റ്റ് ചെയ്തത് അങ്ങനെയാണ്. എൻ്റെ പ്രഡിക്ഷൻ യൂട്യൂബിൽ കയറി അറിയാൻ പറ്റും. 22,300 ആണെന്ന് തോന്നുന്നു, അറിയില്ല, നോക്കണം. സോറി, 22,400 പുട്ട് 116-ൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. നാളെ രാവിലെ അത് 130 അല്ലെങ്കിൽ 150 വരെ പോയാലും പേടിക്കേണ്ട, തിരിച്ച് താഴത്തേക്ക് തന്നെ വരും. അതുകൊണ്ട് പുട്ട് 0 ആവും, ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഈ പുട്ട് താഴേക്ക് വരും എന്ന് സാറ് പറയുന്നത് നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷൻസോ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാർത്താ ഗ്രാഫ് ഒന്നുമല്ല. വർമ്മ ഡിക്വേഷൻ മാത്രം. തീർച്ചയായിട്ടും. കാരണം മാർക്കറ്റിന് തലേദിവസം തന്നെ അറിയാം ഇത് എവിടെ കൊണ്ടെത്തിക്കണം. അപ്പോൾ അവർ ചിലപ്പോൾ പലതും കണ്ടിട്ടായിരിക്കാം പലതിൻ്റെ കയറ്റം ഇറക്കും. അങ്ങനെയാണല്ലോ ഗോൾഡിൻ്റെ വില കയറുന്നത്, കറൻസിയുടെ, US ഡോളറിൻ്റെ എല്ലാ ആഗോളതലത്തിലുള്ള വേരിയേഷൻസ് കണ്ടിട്ടാണ്. ക്രൂഡ് ഓയിൽ കയറും, അല്ലെങ്കിൽ US ഡോളർ കയറുമ്പോൾ ഇവിടെ ഇന്ത്യൻ റുപ്പീസിൻ്റെ ആ മാറ്റം നമുക്കിവിടെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഗോൾഡിൽ, ഈവൻ ഷെയർ മാർക്കറ്റിലൊക്കെ വേരിയേഷൻ വരുന്നുണ്ടാവാം. പക്ഷെ ഇതെല്ലാം ഞാൻ വേറെ രീതിയിലാണ് കണക്ക് കൂട്ടുന്നത്. എൻ്റെ ഒരു കണക്കനുസരിച്ച് വൈകുന്നേരത്തെ ക്ലോസിങ് കണ്ടാൽ അറിയാം നാളെ എങ്ങനെയാണ് ഓപ്പണിംഗ്. അല്ല, അതിൽ സാറ് പറഞ്ഞതിലൊരു കാര്യം ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് സാറൊന്ന് പറഞ്ഞിരുന്നു, ഞാൻ ആ ദിവസം പ്രോപ്പറായിട്ട് ഓർക്കുന്നില്ല, ഒരു മൺഡേ ആണോ 2 ദിവസം മുമ്പ് ഭയങ്കരമായിട്ടൊരു ഇടിവ് സംഭവിച്ചു ഈ അമേരിക്കൻ പോളിസിയുടെ നെക്സ്റ്റ് ഡേ. അതെ, അതായത് അമേരിക്കൻ പോളിസി വരാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റുകളെല്ലാം പാനിക്കായിട്ട് സംഭവം നടന്നു. അപ്പോൾ അന്ന് രാത്രി അമേരിക്കയുടെ പോളിസി വന്നു. ഇതെല്ലാം മാർക്കറ്റുകൾക്കും, അതായത് നമ്മുടെ ജപ്പാന്റെ നിക്കി മുതൽ സിംഗപ്പൂർ മാർക്കറ്റുകൾ മുതൽ എല്ലാം തകർന്ന അവസ്ഥയാണ്. 2000 പോയിന്റൊക്കെ തകർന്ന അവസ്ഥയാണ്. അപ്പം ഞാൻ സാറിനോട് ചലഞ്ച് ചെയ്തു, സാറേ ഇത് തന്നെ ആയിരിക്കില്ലേ ഇന്ത്യൻ മാർക്കറ്റിന് സംഭവിക്കുന്നത്? ഇപ്പോൾ മാർക്കറ്റ് ഇടിയുന്നത് കൊണ്ട് ഞാൻ പുട്ടാണ് വാങ്ങാൻ പോകുന്നത്. ഞാൻ ഓടി ചെന്നിട്ട് ഒരു 5,000 അല്ലെ 5,000 6,000 അന്ന് നിസ്സാര വില ഉണ്ടായിരുന്ന പുട്ടങ്ങ് വാങ്ങി. ഞാൻ എനിക്ക് 25 റുപ്പീസോ 30 റുപ്പീസാണ്. അപ്പം സാർ എന്നോട് പറഞ്ഞു അങ്ങനെ ആയിരിക്കില്ല, മേ ബി എൻ്റെ അൽഗോരിതം, എൻ്റെ ഇക്വേഷൻ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് കയറും എന്ന് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല സാറ്, അത് സാറ് പറയുന്നതിൽ എനിക്ക് വിശ്വാസമല്ല. കാരണം ലോകം മുഴുവൻ പറയുന്ന മാർക്കറ്റ് ഇടിയുന്നതാണ്. പക്ഷേ എൻ്റെ കണക്കൂട്ടിൽ തലേദിവസം ഇത് മാർക്കറ്റ് ഇടിയില്ല, കയറുന്നതായിരുന്നു. അത് 100% സക്സസ് ആയി. അപ്പം അവിടെ എനിക്ക് ശരിക്കും എൻ്റെ ലോസ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ P&L കാണിച്ചാണ്, എൻ്റെ നഷ്ടം എന്ന് പറയുന്നത് അവിടെ 5,000 ആണ്. എൻ്റെ 5,000 പോയി. അപ്പോൾ അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയാൻ കാരണം? എൻ്റെ മാത്തമാറ്റിക്സ് അനുസരിച്ച് മാർക്കറ്റ് കയറും തന്നെയാണ് എൻ്റെ കണക്കൂട്ടിൽ. അപ്പോൾ പിന്നെ തിരിച്ചെങ്ങനെയാണ് വരുന്നത്? വേൾഡ് മാർക്കറ്റ് എന്ത് സംഭവിച്ചോട്ടെ എനിക്കറിയില്ല. ഇനി തിരിച്ചു പോയാലും തിരിച്ച് കയറിയിരിക്കും. കാരണം കണക്കെപ്പോഴും കണക്ക് തന്നെയാണ്, അല്ലേ? അപ്പോൾ പിറ്റേ ദിവസം മാർക്കറ്റ് ഇടിഞ്ഞു കണ്ടോ? പിറ്റേ ദിവസം മാർക്കറ്റ് ഇടിഞ്ഞു ഇല്ലേ? അന്നേരം എൻ്റെ പ്രഡിക്ഷൻ ഇതുപോലെ തന്നെയായിരുന്നു. അതെ, പാനിക്കായിട്ട് മാർക്കറ്റ്. കാരണം നമ്മളുടെ ഒരു കണക്കനുസരിച്ചാണ് ഇത് പോകുന്നത്. അത് അവരവിടെ കണക്കൂട്ടുന്നതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഒരു കണക്കനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്കത് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരെ. ഇങ്ങനെ കണക്ക് നോക്കി ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന വർമ്മ സാർ, ഞാൻ വളരെ കാഷ്വലാണ്. ഓക്കെ.
പ്രേക്ഷകർക്കൊക്കെ അറിയണമെന്നുണ്ടാവില്ല. സാർ ഈ ഷെയർ മാർക്കറ്റിന് എത്ര രൂപ ഉണ്ടാക്കി, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി? പ്രോഫിറ്റ് ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം 2 ലക്ഷം വരെ ഒരു ഡെലിവറിയിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ദിവസങ്ങളുണ്ട്. ഓക്കെ, മനസ്സിലായോ? എന്നുവെച്ചാൽ എല്ലാ ദിവസവും 2 ലക്ഷം കിട്ടുന്ന ഞാൻ പറയുന്നില്ല. നമ്മൾ പഠിപ്പിക്കാനിരിക്കുന്ന പിള്ളേരോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു 1000 രൂപ 2000 രൂപ മാക്സിമം 5000 രൂപ പെർ ഡേ ഉണ്ടാക്കാവുന്ന രീതിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതായത് സാറിന്റെ ഡിസിപ്ലിൻ ഇതാണ് കേട്ടോ. അതായത് ഓവർ ട്രേഡിങ് അനുവദിക്കാറില്ല ആരെയും. അതായത് ഒരു ദിവസം 3, 4, 5 ട്രേഡ് വളരെ പാനിക്കായിട്ട് പോകുന്നതിലും സാർ ഓഫർ ചെയ്യുന്നത് ഒരു ട്രേഡ് 2 ട്രേഡ് മാക്സിമം 3 ട്രേഡ്. ആ 3 ട്രേഡിൽ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് നഷ്ടം ഉണ്ടാക്കാതിരിക്കുക, അതോടുകൂടി നമ്മൾ അന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സാർ. അപ്പം മിനിമം ഒരു ഡിസിപ്ലിൻ, ഒരു ട്രേഡിംഗ് പഠിക്കുന്ന ആളുടെ കയ്യിൽ അയാൾ ഇറങ്ങുമ്പോൾ ക്യാപിറ്റലായിട്ട് എത്ര രൂപ കയ്യിൽ കരുതും? ഇപ്പോൾ ഓപ്ഷൻസിലാണെങ്കിൽ ഒരു 25,000 to 30,000 ധാരാളം മതി. 1000, 2000, ഈവൻ 5,000 വരെ ഉണ്ടാക്കാൻ അത് മതി. ചിലപ്പോൾ 10,000 ഉണ്ടാക്കാം. 50-50 ഉണ്ടാക്കി 5000 കൊണ്ട് 2500 ഉണ്ടാക്കാവുന്ന സംഭവമാണ് ഓപ്ഷൻ. ഓക്കെ, ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായി? 1000 രൂപ കൊണ്ട് 1000 ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല, പഠിച്ചവർക്കേ പറ്റുള്ളൂ. കാരണം മാർക്കറ്റ് എങ്ങടാ പോണെന്ന് കൃത്യമായ വിലയിരുത്തും. അപ്പൊ സാർ ഓഫർ ചെയ്യുന്നത് സാറിന്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം. യെസ്, സാർ കോപ്പി ട്രേഡ് ചെയ്യും. ഞാനിപ്പോൾ എന്തോ ട്രേഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു, എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം. അതിനാണ് കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിൽ വളരെ എക്സ്പേർട്ട് ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയൊരു തുടക്കക്കാരനായിക്കോട്ടെ, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളായിക്കോട്ടെ, ഇല്ലാത്ത ആളായിക്കോട്ടെ, നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ നമുക്കൊരാളോട് ചോദിച്ചുകൊണ്ട്, ഒരു മെന്ററിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യുന്നതിനെയാണ് കോപ്പി ട്രേഡിംഗ്. സാർ ഓഫർ ചെയ്യുന്നത് അതാണ്. തീർച്ചയായിട്ടും. ഞാൻ രാവിലെ തന്നെ ചാർട്ടിൽ ഓരോന്ന് എഴുതുന്നുണ്ട്. ആ ലെവല് നോക്കിയിരുന്ന ട്രേഡ് ചെയ്യാം. ഏത് കൊച്ചുകുട്ടിക്കും ട്രേഡിനെ കുറിച്ച് പഠിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം നോളജ് ഉള്ള ഒരാൾക്ക്, കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരാൾക്ക് ഇത് ആ ചാർട്ട് നോക്കിയാൽ തന്നെ ട്രേഡ് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. അതേപോലെ ഓരോ പോയിന്റ് ബൈ പോയിന്റ്. ഈ സാധാരണ ഇൻട്രാഡേ എന്ന് പറയും, ഡെയിലി ചെയ്യുന്ന സംഭവം. ഡെലിവറി എന്ന് പറഞ്ഞാൽ തലേദിവസം മേടിക്കുന്നത്. ഈ ഇൻട്രാഡേ ചെയ്യുമ്പോൾ എല്ലാവരുടെയും വിചാരം ഇപ്പോൾ ഒരു 1000 രൂപ കൊണ്ടിട്ട് ഇപ്പം 5000 ആവുന്നതാണ്. ഒരിക്കലും ആവില്ല. ചിലപ്പോൾ ഒരു 100 രൂപ കിട്ടാൻ മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഇൻട്രാഡേ ഓരോ പോയിന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 100 എന്നുള്ളത് 110 ആയി കഴിഞ്ഞാൽ 95ലേക്ക് വരും, പിന്നെ 120ലേക്ക് പോകും, ചിലപ്പോൾ 80ലേക്ക് വരും. അങ്ങനെ കയറ്റ ഉറക്കം തന്നെയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഡെലിവറി അങ്ങനെയല്ല, ഓവർനൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നലെ ഇപ്പോൾ 90 രൂപയ്ക്ക് മേടിച്ച് രാവിലെ തന്നെ 180 ആയിട്ടുണ്ടാവും. സാർ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. അതായത് ഈ ഓവർനൈറ്റ് ആണോ സേഫ്, അല്ല ഇൻട്രാഡേ ട്രേഡ് ആണോ? ഒരു ട്രേഡറിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് കാരണം സേഫ് ആയിട്ട് ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഒരു 5,000 or 10,000 ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന സംഭവമാണ്. അതേസമയത്ത് അന്നേരം അവനൊരു 1000 രൂപ 2000 രൂപ മാത്രം മനസ്സിൽ കണ്ടാൽ മതി. കയ്യിലുള്ള ക്യാപിറ്റൽ അനുസരിച്ച് വേണം മനസ്സിൽ കാണാൻ പ്രോഫിറ്റ്. ഡെലിവറി എന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ട് കൂടുതൽ വേണം. കാരണം നമ്മൾ അത് ഓവർനൈറ്റ് കീപ്പ് ചെയ്യുക ചെയ്യുന്നു. അപ്പോൾ ഒരു 75 എണ്ണം 100 രൂപയുടെ മേടിക്കണമെങ്കിൽ 7500 രൂപ കയ്യിൽ വേണം. മനസ്സിലായത്? നമ്മുടെ ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഡെലിവറി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ തന്നെ അത് വിൽക്കണമെന്നില്ല. ഇപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലാണെങ്കിൽ ഒരാഴ്ച കീപ്പ് ചെയ്യാം ഉറപ്പുണ്ടെങ്കിൽ. ഇപ്പോൾ നാളെ അത് 200 ആയി എന്ന് വെച്ച് വിൽക്കണമെന്നൊന്നുമില്ല. മറ്റന്നാൾ 300 400 ആവാനുള്ളതായിരിക്കാം. അപ്പോൾ അറിയാവുന്ന ഒരാൾക്ക് അത് കീപ്പ് ചെയ്ത് 500 വരെയോ എത്ര വരെ പോകുന്ന മാക്സിമം റീപ്പ് ചെയ്യാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇൻട്രാഡേ അങ്ങനെയല്ല. അന്ന് 3:30-ക്കുള്ളിൽ അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം എന്താവും എന്ന് അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് കാശ് പോകും. മനസ്സിലായി? അപ്പോൾ ഡെലിവറിയിലാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാകും. കാരണം ഒരു ഹ്യൂജ് എമൗണ്ട് കയ്യിലേക്ക് കിട്ടും. രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 300 രൂപയ്ക്കായിരിക്കും 100 രൂപയുടെ സാധനം. അപ്പം 3 മണിക്ക് മേടിച്ചിട്ട് കഴിഞ്ഞാൽ 9 ആകുമ്പോഴേക്കും അതാണ് കയ്യിലുള്ളത് വിറ്റിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞ ഒരു ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ ഈ 2 രൂപയുടെ സാധനമാണ്. സാർ, ഇവിടെ ഒരു പ്രശ്നം ഇതാണ്. അതായത് ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ, ഇന്നും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്, കെയർന്നൊക്കെ വിളിക്കുന്ന ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഒമാനിൽ നിന്നാണ്. അപ്പം നമ്മുടെ ചാനല് പുള്ളി വേറെ പല രീതിയിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുള്ളി പറയുന്നൊരു കാര്യം, പുള്ളി ചോദിക്കുന്നൊരു കാര്യം, ചേട്ടാ ഇത് ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയാണ് ഇത് രാവിലെ 9:30 മുതൽ ഈവനിങ് 3:30 വരെ ഇതിൻ്റെ മുൻപിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് സാധനം അങ്ങനെ എന്തെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന മെസ്സേജ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ രാവിലെ 9:15 തന്നെ വരണമെന്നൊന്നുമില്ല. ഇപ്പോൾ 10:30 മണിക്ക് ഒരാൾ വന്ന് കയറിയാൽ അവർക്ക് മനസ്സിലാവും മാർക്കറ്റ് എവിടെയാണ് നിൽക്കണം, ഇനി എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. മനസ്സിലായി? സാധാരണ ഗ്രാഫ് പറയുന്നവരൊന്നും അത് പറയുന്നില്ല. ഞാൻ ഓരോ എൻ്റെ ചാർട്ട് എടുത്ത് കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പോൾ രാവിലെ പോലെ 110, 130, 150, 180 എന്ന് പറഞ്ഞ ചാർട്ട് ഇങ്ങനെ വരച്ച് എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരാൾ കയറുമ്പോൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ്.
വാങ്ങണോ വിൽക്കണോ എന്ന്. ഞാൻ ഒരിക്കൽ എൻ്റെ ഹാൻഡിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഈ മാറ്ററല്ല, ഞാൻ വളരെ കാഷ്വലായിട്ട് ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഞാൻ പാനിക് ആവുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ച് ഓപ്ഷൻ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് വരുന്ന സംഭവമാണ്, പാനിക് ആവുന്ന സമയത്ത് പെട്ടെന്ന് ഓപ്ഷൻസിൻ്റെ വാങ്ങുക വിൽക്കുക ചെയ്തിട്ട് വലിയൊരു എമൗണ്ട് ബ്രോക്കറേജ് പോകും. തീർച്ചയായിട്ടും അത് പോകും. കാരണം എപ്പോഴും വാങ്ങലും വിൽക്കലും സാധിക്കില്ല. ഇൻട്രാഡേയിൽ അങ്ങനെ ചെയ്താൽ ബ്രോക്കറേജ് തന്നെ നല്ലോണം പോകും. കാരണം സാധാരണ ഇവിടെ എല്ലാവരും എടുക്കുന്ന 20 രൂപ ബൈയിങ്ങും 20 രൂപ സെല്ലിംഗ് എന്നുള്ളത് 40 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അത് പിന്നെ GST എല്ലാം കൂടെ കൂടി ഒരു 19 രൂപ ബ്രോക്കറേജ് ആയിട്ട് പോകും. അപ്പോൾ അതായത് ഒരു സെൽ ആൻഡ് ബൈക്ക് 40 രൂപ നമ്മുടെ പോയെന്ന് കഴിഞ്ഞാൽ ഒരു GST എല്ലാം കൂടെ ചെയ്യുന്ന 50 രൂപ അടുത്ത് പോകും. ഓക്കെ. അപ്പം നമ്മുടെ ബേസിക്കലി ഒരു ദിവസം 500 ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 3 ട്രേഡ് കൊണ്ടാണെങ്കിൽ 150 രൂപ. യെസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 75 എണ്ണ ആണെങ്കിൽ ഒരു 10 രൂപ ലാഭം കിട്ടിയാൽ 750 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 50 രൂപ പൊക്കോട്ടെ എന്ന് വെക്കുക. അല്ലാതെ 2 രൂപയ്ക്ക് 1 രൂപയ്ക്കൊന്നും വേണ്ടി ട്രേഡ് ചെയ്യരുത്. അതായത് ഓപ്ഷൻസിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് നിങ്ങളിപ്പോഴും ബ്രോക്കറേജും നിങ്ങളുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ആയിട്ട് കാണണം. അത് കണ്ടിട്ട് വേണം നമുക്ക് വിൽക്കാനും വാങ്ങാനും. ഇനി വളരെ കാഷ്വലായിട്ടൊരു ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് അയാളുടെ വീട്ടിൽ നിന്ന്, അയാളുടെ ഫാമിലിയിൽ നിന്ന് വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അയാളുടെ വൈഫ്, അയാളുടെ കുട്ടികളൊക്കെ പലപ്പോഴും അയാളുടെ നെഗറ്റീവ് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ്. സാറിന് അങ്ങനെ അനുഭവം ഉണ്ടോ? അനുഭവം ഇത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. കാരണം നമ്മൾ മിക്കവർക്കും വരുമാനത്തിൻ്റെ കാര്യങ്ങളെല്ലാം വീട്ടുകാർക്കും അറിയാലോ. അപ്പോൾ ഈ വരുമാനം എവിടെ പോകണു എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടാവാം തുടക്കത്തിൽ. അപ്പോൾ എല്ലാവരും പൊതുവേ ഈ ഷെയർ മാർക്കറ്റിനോട് പൊതുവേ ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് ഒരു അവജ്ഞയാണ്. മനസ്സിലായി? ഇത് വെറുതെ അല്ല, ഇപ്പോഴും ഇപ്പം ഞാൻ ഷെയർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എൻ്റെ വൈഫാണെങ്കിലും എൻ്റെ പേരൻസും പറയുന്നൊരു കാര്യം, ഇതൊരു വലിയ സ്പാം അല്ലെന്ന്. അങ്ങനെയാണ്, വലിയ തട്ടിപ്പല്ലേ. ഒരു ഗാംബ്ലിംഗ് ആയിട്ടാണ് പലരും കരുതിയിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു അതല്ല. പഠിച്ചെടുത്താൽ ഇത്രയും എളുപ്പത്തിലും പൈസ ഉണ്ടാക്കാവുന്ന വേറെ ഒരു മാർഗവും ഇല്ല. ഇത് നമുക്കിപ്പോൾ ഒരു 1000 രൂപ ഉണ്ടാക്കണമെങ്കിൽ ട്രേഡിംഗ് അറിയാവുന്നവർക്ക് 5 മിനിറ്റ് പോലും വേണ്ട. മനസ്സിലായി? അധികം ക്യാപിറ്റലും വേണ്ട. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റാണോ തലവേദന തീരെ ഇല്ല. കാരണം ആ സാധനം എങ്ങും പോകുന്നില്ല. ഇന്ന് മേടിച്ച സാധനം 700 രൂപയ്ക്ക് മേടിച്ചു, അത് 750 800 എത്തിക്കഴിയുമ്പോൾ വിറ്റാൽ മതി. പിന്നെ മിക്കവർക്കും സംഭവിക്കുന്നത് ഇത് കളിപ്പാന്ന് എല്ലാവരും പറയുന്നതിൻ്റെ ഒരു കാര്യം, അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വിൻസൺ 400 രൂപയുടെ ഫെഡറൽ ബാങ്ക് മേടിച്ചിട്ട് അത് 500 ആണോ 600 ആണോ പോകണമെന്ന് അറിയാതെ, അത് പോകുന്നത് കാണാതെ കുറെ കഴിയുമ്പോൾ 300ലേക്ക് വരുമ്പോഴായിരിക്കും കാണുന്നത്. അപ്പോൾ പറയുന്നത് നഷ്ടമാണ്. പിന്നെ മേടിക്കുന്നത് എപ്പോഴാണ്? ആവറേജിലും താഴെ കിടക്കുന്ന സാധനങ്ങളാണ് പോയി വാങ്ങുന്നത്. അപ്പം പിന്നെ അത് താഴത്തേക്കേ പോകുള്ളൂ. അപ്പോൾ എവിടെ വാങ്ങണം, എന്ത് വാങ്ങണം എന്നുള്ളത് ആർക്കും അറിയില്ല. ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വന്തമായിട്ട്. അത് റിലീസ് ചെയ്തിട്ടില്ല. കുറച്ച് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന അൽഗോരിതം ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ 3000-4000 കമ്പനീസ് വരെ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാത്തിൻ്റെ ഒറ്റ ക്ലിക്കിൽ വാങ്ങണതും എവിടെ വാങ്ങണേ എപ്പോൾ വിൽക്കണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും വിത്തിൻ സെക്കൻഡ്സിനകം കിട്ടാവുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്കലി ഈ 22 വർഷം വർമ്മ സാറിൻ്റെ മുഴുവൻ ഇക്വേഷൻസ് അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളെല്ലാം ഒരു സോഫ്റ്റ്വെയർ രൂപത്തിലുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റി ഉണ്ടാവും, നിഫ്റ്റി ഉണ്ടാവും, നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ഉണ്ടാവും, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, കംപ്ലീറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാവും. അത് ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ മാർക്കറ്റിംഗ് അല്ല സാർ ഉദ്ദേശിച്ചത്. അല്ല, പക്ഷേ ചലഞ്ച് ചെയ്യുന്നവർക്ക്, ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു സോഫ്റ്റ്വെയറിനെ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി ഒരു ലൈവിൽ, അല്ല സാറേ, ലൈവിൽ നിങ്ങൾക്ക് ചോദിക്കാം. ലൈവിൽ നമ്മൾ മാർക്കറ്റ് ഓക്കെയാണോ? തീർച്ചയായിട്ടും 100% ഓക്കെയാണ്. 100% ഓക്കെയാണ്. യെസ്. അത്രയും 22 വർഷത്തെ, കാരണം അത്രയും വലിയൊരു ലൈഫാണ് സാർ. 22 വർഷം ലൈഫാണ് സാറിന്റെ ലൈഫാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, വർമ്മ സാറിനും ഗുരു ഉണ്ടോ? അല്ല, എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ പഠിത്തം തന്നെയാണ്. നെറ്റിൽ നോക്കി ഒരുപാട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് രാത്രി പകലാക്കിയാണ് ഇതൊക്കെ പഠിച്ചിരിക്കുന്നത്. കാരണം അന്ന് ജോലിയുണ്ട്, ജോലിക്ക് പോകണം, ഇതിൻ്റെ കൂടെ രാത്രി ഇത് പഠിക്കണം. കാരണം ഓരോ ദിവസവും നഷ്ടം വരുമ്പോൾ എൻ്റെ ചിന്ത ഇത് എങ്ങനെ ലാഭത്തിലാക്കാമെന്നാണ്. ചില ദിവസം ലാഭം കിട്ടുമ്പോൾ എനിക്കറിയാം ഇതിൽ ലാഭം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് എനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് ഞാൻ എഴുതി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഒരു 2-3 വർഷത്തെ ബുക്സ് ഞാൻ ട്രേഡ് ചെയ്ത് എല്ലാം കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പഴയ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്നുള്ളത്. അങ്ങനെ മിക്കവരും കീപ്പ് ചെയ്യുന്നില്ല. മനസ്സിലായി? അപ്പൊ നമ്മൾ ചെയ്തതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക്, അതായത് 3-4 വർഷമായിട്ട് ഈക്വേഷൻസിൽ നടത്തിയ പരീക്ഷണങ്ങൾ ബുക്കിന്റെ രൂപത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കറിയാം എനിക്ക് ഫാൾട്ട് പറ്റിയത് എവിടെയാണ്. അപ്പോൾ പിന്നെ ആ ഫാൾട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ തെറ്റുപറ്റിയാണ് നമ്മൾ ശരിയിലേക്ക് വരുന്നത്. ഒരു ചോദ്യം ഇതാണ്, അതായത് ഇതുപോലെ തന്നെ ഒരു രസകരമായ ചോദ്യമാണ്.
ഈ ട്രേഡിംഗ് അല്ലാതെ വർമ്മ സാർ വേറെ പണിക്കൊന്നും പോകാറില്ല? തീർച്ചയായിട്ടും. ഞാൻ ഗൾഫിലായിരുന്നു. ആദ്യം ഞാൻ ഇന്ത്യൻ നേവിയിലായിരുന്നു. ഇന്ത്യൻ നേവിയിലായിരുന്നു? യെസ്, നേവിയിലെ അക്കൗണ്ടൻ്റ് ആയിട്ട് ബോംബെയിലായിരുന്നു. അവിടുന്ന് ഗൾഫിൽ പോയി ബഹ്റിനിലായിരുന്നു. 8-10 വർഷം അവിടെയായിരുന്നു. തിരിച്ചു വന്ന് ഇവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ്, സ്വന്തമായിട്ട് ഫ്ലാറ്റൊക്കെ വാങ്ങി വിൽക്കൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഒരു മരുന്ന് കട തുടങ്ങിയിട്ടുണ്ട്. കാരണം പല മേഖലയിൽ കൈവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ള മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. സാധനം പ്രോഡക്റ്റ് എടുത്ത് പിള്ളേരെ വെച്ച് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ആയുർവേദത്തിന്റെ ഒരു വൈദ്യരത്നം ഔഷധശാല നടത്തിയിട്ടുണ്ട്. വേറെ നല്ല കുറച്ച് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടി അത് ചെയ്തിട്ടുണ്ട്. ഒരു സേവനം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒക്കെ ഒപ്പം തന്നെ ട്രേഡിംഗ് ആണ് എൻ്റെ മെയിൻ ഹോബി. ഈ കട നടത്തുമ്പോൾ ഞാൻ വൈകുന്നേരം കടയിലേക്ക് പോകുള്ളൂ, മാർക്കറ്റിംഗിൻ്റെ അവേഴ്സ് കഴിച്ചു. ഓക്കെ, മനസ്സിലായി. അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും, ഡോക്ടറും ഉണ്ടാവും. പക്ഷെ ഞാൻ പോകുന്നത് വൈകുന്നേരം പോകും. ഈ മാർക്കറ്റ് അവിടെ ഇരുന്നും പഠിത്തം ഇതാ. 3:30 ഈ നമ്മുടെ ട്രേഡിംഗ് കഴിഞ്ഞിട്ടാണ് ഈ ബാക്കിയുള്ള ബിസിനസ്സുകളിലേക്ക് ഇപ്പോഴാണെങ്കിലും പോകാനുള്ള കാരണം. തീർച്ചയായിട്ടും. ഇതിൽ ഒരു ചോദ്യം കൂടിയുണ്ട്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ രസകരമായ കുറച്ച് ചോദ്യങ്ങളാണ്. കാരണം നമുക്കാണെങ്കിൽ വ്യൂ കിട്ടണമല്ലോ, വ്യൂവർഷിപ്പ് ഒക്കെ നമുക്ക് അതിനകത്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ചോദ്യം ഇതാണ്: ട്രേഡിംഗ് സമയത്ത്, അതായത് സാറ് ട്രേഡിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്, ഐ മീൻസ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് നഷ്ടം പറ്റി, ഇന്ന് എനിക്ക് ലാഭം കിട്ടി എന്നൊക്കെ ഫ്രണ്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നൊരു ഫ്രണ്ടുണ്ട്? എനിക്കുണ്ട്. കാരണം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലായിരുന്നു വർഷങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഒരു കടയുണ്ടായിരുന്നു. ആ കടയിൽ സ്ഥിരം വരുമായിരുന്നു ഒരാൾ. അയാൾ പറഞ്ഞു നമുക്ക് സംസാരിച്ച് വന്നപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് അപ്പോൾ പുള്ളിയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി സ്ഥിരം വന്ന് പുള്ളിയാണ് എനിക്ക് ഓപ്ഷനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചത്. ആരെങ്കിലും ഒരാളില്ലാതെ ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പേടിച്ചു. കാരണം ഇതുപോലെ പൈസ പോകുന്നും പറഞ്ഞു പുള്ളി. പക്ഷേ പുള്ളി ഭയങ്കരമായിട്ട് എന്നെ പുഷ് ചെയ്താണ് ഓപ്ഷനിലേക്ക് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട് ട്രേഡിങ്ങിൽ. അപ്പോൾ പിന്നീടാണ് ബാങ്ക് നിഫ്റ്റി. ഭയങ്കര ഒരു പ്രചോദനം പുള്ളിയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സാർ, ഇവിടെ ഞാനിപ്പോൾ അതായത് ചില പ്രേക്ഷകർ അതിൻ്റെ അകത്ത് ചോദിച്ചിരുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഞാനൊരു സാധനം ചോദിക്കുകയാണ്. അതായത് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ പല രീതിയിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പേരിൽ തട്ടിപ്പുകൾ നടക്കുന്നു. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ കൊണ്ടുപോയി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസം 2000 രൂപ വെച്ച് തരാം. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസം കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് തരാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഈ പറയുന്നതിനോട് സാർ എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും ഞാൻ അഗൈൻസ്റ്റാണ് അതിനോട്. കാരണം അധ്വാനിച്ച പൈസ എല്ലാവരുടെയും അത് ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. സാറിൻ്റെ കയ്യിൽ തന്നാൽ സാറ് ചെയ്തു കൊടുക്കും? ഇല്ല, തീർച്ചയായിട്ടും ആ റിസ്ക് ഞാൻ എടുക്കില്ല. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് അവരെയും കൂടെ പഠിപ്പിച്ച് അവരെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ നമ്മളിത് ഹൈഡ് ചെയ്ത് വെച്ച് അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി അവരെ ഒരു ഇരുട്ടത്ത് നിർത്തുക എന്നുള്ള ഒരു പോളിസി തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഞാൻ പലരും പല യൂട്യൂബ് ചാനലൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലല്ല, ഇപ്പോൾ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആഡ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് 50,000 മുതൽ ആരംഭിക്കുന്ന ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളുണ്ട്. ഐ മീൻ നമ്മുടെ എറണാകുളം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജില്ലകളിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് റിട്ടേൺ കൊടുക്കുന്നവരുണ്ട്, നഷ്ടം സംഭവിക്കുന്നവരുണ്ട്, ലാഭം സംഭവിക്കുന്നവരുണ്ട്. ആക്ച്വലി ഇത് വർമ്മ ചെയ്യുന്നില്ല. ഇല്ല, കാരണം ലാഭം കിട്ടുമ്പോൾ എല്ലാവരും സന്തോഷിക്കും, നഷ്ടം വരുമ്പോഴോ അപ്പം നമ്മൾ ആ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായി. പിന്നെ അവരുടെ പണത്തിന് നമ്മൾ കണക്ക് പറയാൻ നിൽക്കണം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരോട് പറഞ്ഞു കൊടുക്കുക, ട്രേഡ് പഠിപ്പിക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാറിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാം. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ സാറിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെ ചെയ്ത് നിങ്ങൾക്കും എക്സ്പീരിയൻസ്ഡ് ആവാം. മനസ്സിലായില്ലേ? മനസ്സിലായി. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ എക്സ്പീരിയൻസിൽ നിന്ന് അപ്പോൾ ഒരു മെന്ററിന്റെ സപ്പോർട്ടോടുകൂടി ഇവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്കൊന്നും അത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. ഇവിടെ ഒരുപാട് പഠിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അല്ല, ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് ചാനൽ പ്രത്യേകിച്ച് കേരളത്തിൽ എടുക്കുമ്പോൾ ഞാൻ അവരുടെ പേര് പറയുന്നില്ല. കാരണം അവർക്കൊന്നും വേണ്ടിയുള്ള പ്രൊമോഷൻസ് അല്ല, ഇത് നമുക്ക് വേണ്ടിയുള്ള പ്രൊമോഷനാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഇവരെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് ഇത് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതായത് ഒരു ബിഗിനർക്കാണെങ്കിൽ, ഇപ്പോൾ സാറിൻ്റെ വീഡിയോസ് ഞാൻ കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, അത്ര ബിഗിനർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന സംഭവമല്ല സാറ് പറയുന്നത്. സാറ് പറയുന്നത് ട്രേഡിങ്ങിലെ എക്സ്പേർട്ടായിട്ട് നിൽക്കുന്നവർക്ക് നിൽക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗിനർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു വളരെ എഫക്റ്റീവായിട്ട് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന യൂട്യൂബ് ചാനലുകൾ അവൈലബിൾ ആണ്. പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നതിന് ഒരു മെന്ററിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വരേണ്ടത് നമ്മുടെ ചാനൽ ലൈവായിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മുടെ ചാനൽ നിന്നുകൊണ്ട് തന്നെ സാറിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം.
നിങ്ങൾക്ക് ചോദ്യങ്ങൾ സാർ ഇതിനകത്ത് ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പയ്യെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, ട്രേഡിങ്ങിൽ ബിഗിനിങ് ആയിട്ടുള്ളവർക്ക്, ഇപ്പോൾ പല ജോലി ചെയ്യുമ്പോഴും ട്രേഡിങ്ങിൽ ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു പാസീവ് ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാർ കൊടുക്കുന്ന ഒരു ചെറിയ ഒരു ഉപദേശം എന്താണ്? എൻ്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ ട്രേഡിംഗ് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഏത് ഡോക്ടർക്ക് ആയിക്കോട്ടെ, എഞ്ചിനീയർക്ക് ആയിക്കോട്ടെ, ക്ലർക്ക് ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ട്രേഡിംഗ് ചെയ്യാം. സമയം കണ്ടെത്തി ചെയ്താൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, തുടക്കത്തിൽ ആരും ഓവർ ട്രേഡ് ചെയ്ത് പൈസ കളയരുതെന്നുള്ളതാണ്. ഒരു ദിവസം ചിലപ്പോൾ 1000 രൂപ കിട്ടുകയാണെങ്കിൽ അന്ന് നിർത്തുക. വീണ്ടും 1000 കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ചെയ്ത് പൈസ കൊണ്ട് കളയും. അപ്പോൾ ഞാൻ പറയുന്നത് 1, 2, 3 ഞങ്ങളത് പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്. അതനുസരിച്ച് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നല്ലൊരു വരുമാനം, ഇന്നിപ്പോൾ 1000 ആണെങ്കിൽ നാളെ 10,000 1 ലക്ഷം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ട്രേഡിങ് ഒരു ചൂതാട്ടമോ ഗാംബ്ലിംഗ് ഒന്നും അല്ല. അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കേണ്ട. കപ്പാസിറ്റി ഉള്ളവർക്ക്, ലേഡീസിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് ഈ ട്രേഡിംഗ്. ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചത് സെലൻസ് ട്രേഡിംഗ് ഹബിൻ്റെ വർമ്മ സാറിനോടാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങളാണെങ്കിലും നിങ്ങളുടെ ഡൗട്ട് എന്താണെങ്കിലും നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജിൽ നമുക്ക് മെസ്സേജായിട്ട് അയച്ചാൽ മതി. ഇതുപോലെ നമുക്ക് സാറിനോട് ചോദിക്കാം. സാറിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും ഒരു സംശയം സാറിനെ എങ്ങനെ ചലഞ്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നമസ്കാരം. നന്ദി, നമസ്കാരം.